കഥയാരംഭിക്കുന്നത് ലണ്ടൻ നഗരത്തിലാണ്. അന്നവിടെ ചൈനീസ് ന്യൂ ഇയറിന്റെ ഭാഗമായി ആഘോഷങ്ങൾ അരങ്ങേറുകയായിരുന്നു. അവിടെ നടക്കുന്ന ഫംഗ്ഷൻസിൽ മുഖ്യാതിഥിയായി എത്തിയിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ക്വിൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ആളൊരു വ്യവസായിയും അക്കൗണ്ടന്റും ഒക്കെയാണ്. അങ്ങോട്ടേക്കാണ് ജോങ് എന്നും ലെയ് എന്നും പേരുള്ള രണ്ടുപേർ ഗിഫ്റ്റുകളുമായി വന്നിറങ്ങുന്നത്. അന്നവരുടെ മക്കളുടെ പിറന്നാളാണ്. അതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഗിഫ്റ്റുമായി അവർ എത്തിയത്. ഇരുവരും ഒന്നിച്ച് വാൻഗാർഡ് എന്നു പേരുള്ള വലിയൊരു സെക്യൂരിറ്റി കമ്പനിക്ക് വേണ്ടിയാണ് ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചൈനീസ് ന്യൂ ഇയർ പ്രോഗ്രാം നടക്കുന്നതിനിടയിലൂടെ ക്വിൻ തന്റെ ഭാര്യയ്ക്കൊപ്പം നടന്നു നീങ്ങിക്കൊണ്ടിരുന്നു. ക്വിന്നിന് പ്രൊട്ടക്ഷന് കുറച്ച് ബോഡി ഗാർഡ്സ് ഒക്കെയുണ്ട്. ക്വിന്നിന് മൂത്ത മകൾ ഫരീദ ഇപ്പോൾ ഒരു വെക്കേഷന് ആഫ്രിക്കയിൽ പോയിരിക്കുകയാണ്. ഫരീദ ക്വിന്നിനെ വീഡിയോ കോൾ ചെയ്തു. ഇല്ലീഗലായ വൈൽഡ് ഹണ്ടേഴ്സിനെതിരെ നിന്ന് പൊരുതുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് ഫരീദ. അതിന്റെ ഭാഗമായിട്ടായിരുന്നു അവൾ ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നത്. ഇതൊക്കെ നടക്കുമ്പോ മറ്റൊന്നുകൂടി ഇതിന്റെ പശ്ചാത്തലത്തിൽ അരങ്ങേറുന്നുണ്ടായിരുന്നു. ക്വിന്നിനെ ലക്ഷ്യമിട്ട് കുറച്ചാളുകൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ അവർ ക്വിന്നിന്റെ ബോഡി ഗാർഡ്സിനെ കൈകാര്യം ചെയ്തു, ആക്രമിച്ചു. ഒടുവിൽ ക്വിന്നിനെയും ഭാര്യയെയും ബന്ദിയാക്കിയവർ കടത്തിക്കൊണ്ടുപോവുകയാണ്. വൈകാതെ ആ വിവരം വാൻഗാർഡ് സെക്യൂരിറ്റി കമ്പനിയുടെ ചീഫായ ടാങ്ങിന്റെ മുമ്പിലേക്ക് എത്തി. വാൻഗാർഡ് ഒരു ഇന്റർനാഷണൽ സെക്യൂരിറ്റി കമ്പനിയാണ്. ക്വിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവർക്കായിരുന്നു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത്. വിവരം എത്തിയുടൻ തന്നെ ആ പ്രദേശത്തുള്ള തന്റെ 2 സഹപ്രവർത്തകരെ, മികച്ച ഏജന്റുമാരെ ടാങ് കോണ്ടാക്ട് ചെയ്തു. ജോങ്ങും ലിയും ടാങ്ങിന്റെ നിർദ്ദേശം സ്വീകരിച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നിടത്തു നിന്ന് മാറി ക്വിന്നിനെ രക്ഷപ്പെടുത്താനായി പുറപ്പെട്ടു. അവരുടെ കൂട്ടത്തിൽ മിയ എന്ന പേരുള്ള മറ്റൊരു ഏജന്റും ജോയിൻ ചെയ്തിരുന്നു. ബ്രോട്ടോ എന്ന പേരുള്ള ഒരു വ്യക്തിക്ക് മുമ്പിലേക്കായിരുന്നു ക്വിന്നും ഭാര്യയും എത്തിക്കപ്പെട്ടത്. ബ്രോട്ടോ ഒരു മേഴ്സണറി സംഘത്തിന്റെ ലീഡറാണ്. മറ്റാരോ ക്വിന്നിനെ പിടികൂടാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തതായിരുന്നു. ബ്രോട്ടോ ക്വിന്നിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഒമറിന്റെ അച്ഛന്റെ, അതായത് കൃത്യമായി പറഞ്ഞാൽ മാസിമിന്റെ സമ്പാദ്യം എവിടെയാണുള്ളത് എന്ന തരത്തിലായിരുന്നു ബ്രോട്ടോ ക്വിന്നിനെ ചോദ്യം ചെയ്തത്. നിലവിൽ അതറിയാവുന്ന ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു വ്യക്തി ക്വിൻ മാത്രമാണ്. ക്വിന്നിനത് പറയാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല. അതോടെ ക്വിന്നിന്റെ ഭാര്യയെ അവന്റെ കൺമുമ്പിൽ നിന്ന് ബ്രോട്ടോ പിടിച്ചുമാറ്റാൻ പറയുകയാണ്. ഭയന്നിട്ടാണെങ്കിലും ക്വിന്നത് പറയും എന്ന് ബ്രോട്ടോ ചിന്തിച്ചിരുന്നു. ഇതേസമയം മറുവശത്ത് ജോങ്ങും ലെയ്യും അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ്. പിന്നെ പറയണ്ടല്ലോ, ഒരു ഏറ്റുമുട്ടൽ അരങ്ങേറി. ലെയ്യും ജോങ്ങും ചേർന്ന് ക്വിന്നിനെയും ഭാര്യയെയും രക്ഷപ്പെടുത്തി. വൈകാതെ മിയ അങ്ങോട്ടേക്ക് കാറുമായി വന്നു. കാറിൽ അവർ രക്ഷപ്പെട്ടു പോവാൻ തുടങ്ങി. അവരെ പിന്തുടർന്ന് മേഴ്സണറി സംഘവും വരുന്നുണ്ടായിരുന്നു. അവിടെ നടന്നത് ഒരു ചേസും മറ്റുമാണ്. ഒടുവിൽ സുരക്ഷിതമായി ക്വിന്നിനെയും ഭാര്യയെയും വാൻഗാർഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തിക്കാൻ ആ 3 ഏജന്റുകൾക്കും കഴിഞ്ഞു. അവിടെ എത്തിയപ്പോൾ ക്വിന്നിനടുക്കൽ ടാങ് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചു. എന്തായിരുന്നു പ്രശ്നം? എന്തിനാണ് നിങ്ങളെ അവർ തട്ടിക്കൊണ്ടുപോയത്? ടാങ് ചോദിച്ചപ്പോൾ ക്വിൻ പറഞ്ഞു, ഞാൻ മുമ്പ് അക്കൗണ്ടന്റായി വർക്ക് ചെയ്യുമ്പോൾ മാസിം എന്ന പേരുള്ള ഒരു വ്യക്തിക്കൊപ്പം വർക്ക് ചെയ്തിരുന്നു. മാസിമായിരുന്നു ആ സമയത്തെ ഏറ്റവും വലിയ ഓയിൽ ഡീലർ. അയാളുമായി ഞാൻ വ്യവസായവും ചെയ്തിരുന്നു. പക്ഷെ അയാൾക്ക് തീവ്രവാദ സെറ്റപ്പുമായി ബന്ധപ്പെട്ട് കുറെ ബന്ധങ്ങളുണ്ടായിരുന്നു. കിട്ടുന്ന പണം ഉപയോഗിച്ച് ആയുധങ്ങൾ വാങ്ങാൻ അയാൾ ശ്രമിക്കുന്ന കാര്യം ഞാൻ മനസ്സിലാക്കി. അയാളുടെ കൂടെ നിൽക്കണം എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ക്വിൻ അതിന് തയ്യാറായില്ല. അയാളുടെ മുമ്പിലൂടെയല്ലെങ്കിലും പോലീസിന് ഇക്കാര്യങ്ങൾ ക്വിൻ ഒറ്റുകൊടുത്തു. അതിനെതിരെ നടപടിയെടുത്തത് അമേരിക്കൻ മിലിറ്ററി ആയിരുന്നു. അമേരിക്കൻ മിലിറ്ററി ഒരു സായുധ പോരാട്ടത്തിലൂടെ മാസിമിനെയും സംഘത്തെയും കീഴ്പ്പെടുത്തി. മാസിമിനെ വകവരുത്തുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് മാസിമിന്റെ മകൻ ഒമർ രക്ഷപ്പെട്ടിരുന്നു. ആ ഒമറാണ് ഇപ്പോൾ മാസിമിനെ പറ്റി ചോദിച്ച് തന്നെ പ്രതികാരത്തിനായി ടാർഗറ്റ് ചെയ്യുന്നത്. ക്വിൻ പിന്നാലെ കാര്യങ്ങൾ തുറന്ന ടാങ്ങിനോട് സംസാരിച്ചു. തന്റെ മകൾ ഫരീദ ഇപ്പോൾ ആഫ്രിക്കയിലാണെന്നും തന്നെ പിടികിട്ടാത്തതുകൊണ്ട് തന്നെ പുറത്തു ചാടിക്കാൻ അവർ ഫരീദയെ കൊടുക്കാൻ സാധ്യതയുണ്ടെന്നും അവളെ രക്ഷപ്പെടുത്തണം എന്നും ക്വിൻ പറഞ്ഞു. ഇതേസമയം മറുവശത്ത് മേഴ്സണറി ഗ്രൂപ്പിന്റെ തലവൻ ബ്രൂട്ടോ ഒമറിനെ കോണ്ടാക്ട് ചെയ്യുകയായിരുന്നു. ക്വിന്നിനെയും ഭാര്യയെയും തങ്ങൾ കടത്തിയതാണെന്നും പക്ഷേ വാൻഗാർഡ് എന്ന സെക്യൂരിറ്റി സംഘം ഇടപെട്ട് അവരെ രക്ഷപ്പെടുത്തി എന്ന കാര്യവും ബ്രോട്ടോ പറഞ്ഞു. ഒമർ പിന്നാലെ ബ്രോട്ടോയ്ക്കടുക്കൽ ക്വിന്നിന്റെ മകളെ പിടികൂടാൻ ഉത്തരവിട്ടു. ക്വിന്നിന്റെ മകളെ പിടികൂടിയാൽ ഒളിച്ചിരിക്കുന്നവൻ പുറത്തു ചാടിക്കോളും എന്നും ഒമർ പറയുന്നുണ്ടായിരുന്നു. അധികം വൈകാതെ ടാങ്ങും ടാങ്ങിന്റെ സംഘവും ഫരീദയെ ആഫ്രിക്കൻ ഗാർഡുകളിൽ നിന്ന് കൂട്ടാൻ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ഇതേസമയം മറുവശത്ത് ബ്രൂട്ടോയും ബ്രൂട്ടോയുടെ ആളുകളും കൂടി അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു.
ചെയ്തിരുന്നു. അവിടുത്തെ ഇല്ലീഗൽ ഹണ്ടർ ഗ്രൂപ്പുമായി ബ്രൂട്ടോ ഒരു കരാറുണ്ടാക്കി. ഫരീദയെ പിടികൂടിക്കൊടുത്താൽ വലിയ പ്രതിഫലമായിരുന്നു അവർക്ക് ബ്രൂട്ടോ ഓഫർ ചെയ്തത്. അതിനോടകം തന്നെ ആ വൈൽഡ് ഹണ്ടേഴ്സ് ഫരീദയ്ക്കെതിരെ തിരിഞ്ഞിരുന്നു. മൃഗസ്നേഹിയായ ഫരീദ അവർക്ക് അതിനോടകം തന്നെ ഒരു തലവേദനയായി മാറിക്കഴിഞ്ഞിരുന്നു. ഇതേസമയം ഫരീദയാകട്ടെ ഈ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. വന്യമൃഗങ്ങളോടൊപ്പം സന്തോഷത്തോടെ അവൾ തന്റെ സമയം ചെലവഴിക്കുകയായിരുന്നു. അങ്ങനെ ഫരീദയ്ക്കടുത്തേക്ക് വാൻഗാർഡ് എത്തിച്ചേർന്നു. വാൻഗാർഡ് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഫരീദയ്ക്ക് അതൊന്നും വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വാൻഗാർഡിന് ഫരീദയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോവാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. വാൻഗാർഡ് മെമ്പേഴ്സ് ഫരീദയ്ക്കടുത്ത് കാര്യങ്ങൾ സംസാരിച്ചിരുന്നപ്പോഴേക്കും ബ്രോട്ടോയും ആളുകളും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. പിന്നെ പറയണ്ടല്ലോ, അവിടെ ഒരു ഏറ്റുമുട്ടൽ അരങ്ങേറുകയാണ്. ഷൂട്ടൌട്ട് നടന്നു. ഇതിനിടയിൽ ലെയ് ഫരീദയെ രക്ഷപ്പെടുത്തി വണ്ടിയെടുത്ത് അവിടെ നിന്ന് ഓടിച്ചുകൊണ്ടുപോയി. ഫരീദയും ലെയ്യും മാറിപ്പോയതുകൊണ്ട് വാൻഗാർഡിലെ മറ്റംഗങ്ങൾക്ക് ആ കാടിന്റെ മറുഭാഗത്തേക്ക് രക്ഷപ്പെട്ടെത്തി അവിടെ തുടരേണ്ടി വന്നു. കാടിനകത്തേക്ക് പോയി ഫരീദയെയും ലെയ്യെയും കണ്ടെത്തൽ അവരുടെ ഉത്തരവാദിത്തമായി മാറിയിരുന്നു. പരിക്കേറ്റ ലെയ്യെ ഫരീദയായിരുന്നു പ്രൊട്ടക്ട് ചെയ്തത്. ഫോറസ്റ്റിന് നടുക്ക് ഫരീദയ്ക്കൊരു ബേസ് ക്യാമ്പ് ഉണ്ടായിരുന്നു. മരത്തിന് മുകളിൽ തയ്യാറാക്കിയ ഒരു താമസ സ്ഥലമായിരുന്നു അത്. ഫരീദ ലെയ്യെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇരുവരും അവിടെ ഒളിച്ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു രാത്രി മുഴുവൻ അവരവിടെ തുടർന്നു. മറുവശത്ത് ടാങ്ങും മീയും കൂടി സാറ്റലൈറ്റിന്റെ സഹായത്തോടെ അവരെ തിരയുന്നുണ്ടായിരുന്നു. ആ തിരച്ചിലിനൊടുവിൽ ഫരീദ ഒളിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് ബ്രൂട്ടോയുടെ ആളുകൾ എത്തിച്ചേർന്നിരുന്നു. ഫരീദയെ തിരഞ്ഞിറങ്ങിയ ടാങ്ങും മീയും ബ്രോട്ടോയുടെ ആളുകൾക്കെതിരെ വന്നു. ടാങ്ങും മീയും ചേർന്ന് അവരെ ആക്രമിക്കുകയും ചെയ്തു. ബ്രോട്ടോയുടെ ആളുകൾ ഫരീദയെ കൊടുക്കുന്ന ഇടത്തേക്ക് വരെ എത്തിയിരുന്നതാണ്. പക്ഷേ കൃത്യസമയം ടാങ്ങും മീയും എത്തിയതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. പിന്നാലെ ഫരീദയും ലെയ്യും രക്ഷപ്പെട്ടു പോവാനുള്ള വാഹനവുമായി എത്തി. ടാങ്ങും മീയും അതിൽ ജോയിൻ ചെയ്തു. അവരൊന്നിച്ച് വണ്ടിയിൽ രക്ഷപ്പെട്ടു പോവാൻ ആരംഭിച്ചു. ലൊക്കേഷൻ നന്നായി അറിയാവുന്നതുകൊണ്ട് ഫരീദയായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. മുമ്പോട്ട് വണ്ടി ഓടിച്ചവൾ വേഗത്തിലോടിച്ച് ഒരു നദിയിലേക്ക് ജീപ്പ് വീഴ്ത്തുകയാണ്. നദിയിൽ വീണ ജീപ്പ് മുങ്ങിപ്പോകുമോ എന്ന് ടാങ്ങടക്കം ഭയപ്പെട്ടിരുന്നു. പക്ഷേ ഫരീദയുടെ ജീപ്പ് വെള്ളത്തിലും കരയിലും ഓടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആംഫിബിയൻ കാറായിരുന്നു. നദിയിലൂടെ ഫരീദ കാറ് മുമ്പോട്ട് ഓടിച്ചു. അപ്പോഴേക്കും ബ്രോട്ടോയുടെ ആളുകൾ ജെറ്റ് സ്കീയുമായി വന്നെത്തിയിരുന്നു. അവിടെ ഒരു ചേസിങ്ങും ഏറ്റുമുട്ടലും ഒക്കെ സംഭവിക്കുകയാണ്. ആ ഏറ്റുമുട്ടലുകൾക്കിടയിൽ ഫരീദയെയും ലെയ്യെയും ബ്രോട്ടോയ്ക്കും ബ്രോട്ടോയുടെ ആളുകൾക്കും തട്ടിക്കൊണ്ടുപോവാൻ കഴിഞ്ഞു. ടാങ്ങുമ്മയെയും രക്ഷപ്പെട്ടെങ്കിലും ഫരീദയെയും ലെയ്യെയും രക്ഷിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഒടുവിലവർ മടങ്ങി വാൻഗാർഡ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തി. ക്വിന്നും ഭാര്യയും അവിടെ ഉണ്ടായിരുന്നു. അതിനോടകം ക്വിന്നിനെ തേടി ഭീഷണി എത്തിക്കഴിഞ്ഞിരുന്നു. മാസിമിന്റെ സ്വത്ത് വിവരങ്ങൾ കൈമാറണം, ഇല്ലെങ്കിൽ ഫരീദയെയും ലെയ്യെയും കൊന്നുകളയും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത്. ആ സ്വത്ത് വിവരങ്ങൾ കൈമാറിയാൽ രാജ്യത്തിന് തന്നെ ഭീഷണിയാകും എന്ന് ക്വിന്നിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ക്വിൻ മടിച്ചു നിന്നു. ടാങ് പറഞ്ഞു, അവർക്ക് ആ ലൊക്കേഷൻ പറഞ്ഞുകൊടുക്കൂ. പ്രശ്നങ്ങൾ ഒഴിവാവുകയാണെങ്കിൽ ഒഴിവാകട്ടെ, ബാക്കി എന്നിട്ട് നോക്കാം. പക്ഷേ ക്വിൻ എപ്പോഴും അതിന് ആദ്യം സമ്മതിച്ചിരുന്നില്ല. പിന്നാലെ കാര്യങ്ങൾ ടാങ്ങും മനസ്സിലാക്കി. മാസിമിന്റെ സ്വത്ത് വിവരങ്ങൾ അറിയാനാണ് ഒമർ ക്വിന്നിന്റെ മകളെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ആ വിവരങ്ങൾ അറിയുന്ന ഒരേ ഒരു വ്യക്തി ക്വിൻ മാത്രമാണ്. ആ സ്വത്തുക്കൾ സ്വന്തമാക്കണമെന്ന് ക്വിൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടായിരുന്നു ക്വിൻ ആ കാര്യങ്ങളൊന്നും ആരോടും പറയാതിരുന്നത്. എന്തായാലും ഫരീദയെയും ലെയ്യെയും രക്ഷപ്പെടുത്തിയേ പറ്റൂ. ടാങ് വാൻഗാർഡിന്റെ മുഴുവൻ ടീമംഗങ്ങളെയും വിളിച്ചു വരുത്തി ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ ആരംഭിച്ചു. ഇയാദബാല എന്ന് പറയുന്ന ഒരു സിറ്റി തന്നെയുണ്ട്. മാസിം ഉണ്ടാക്കിയെടുത്ത ഒരു പ്രത്യേക ഗ്രാമം. അവിടുത്തെ ആളുകൾ അവരുടെ അടിമകളെപ്പോലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടാണിപ്പോൾ ഒമറിന്റെ കൊട്ടാരവും സ്ഥിതി ചെയ്യുന്നത്. ആ നാട് മുഴുവൻ ഭരിക്കുന്നതും ഏറെക്കുറെ ഒമർ തന്നെയാണ്. ഒമറിന്റെ നിർദ്ദേശപ്രകാരമേ അവിടെന്തും സംഭവിക്കൂ. അവിടാണിപ്പോൾ ഫരീദയും ലെയ്യും ബന്ദികളായിട്ടുള്ളത്. അങ്ങോട്ടേക്ക് കടന്നു ചെന്ന് അവരെ രക്ഷപ്പെടുത്തണം. കുറച്ച് അന്വേഷണത്തിനൊടുവിൽ വിശ്വസിക്കാൻ പറ്റുന്ന ആ ഗ്രാമത്തിലെ ഒരു മെമ്പറെ വാൻഗാർഡിന് കിട്ടി. അയാളുടെ സഹായത്തോടെ സംശയങ്ങളൊന്നും തോന്നാത്ത തരത്തിൽ ഗ്രാമത്തിലേക്ക് കടന്നു കയറലായിരുന്നു വാൻഗാർഡിന്റെ ലക്ഷ്യം. പകരം ആ
നാട്ടുകാർക്ക് അവർ ഡിസർവ് ചെയ്യുന്ന നല്ലൊരു ജീവിതം വാൻഗാർഡ് തിരികെ ഓഫർ ചെയ്തിരുന്നു. ഇതേസമയം ബന്ദികളായിട്ടുള്ള ഫരീദയും ലെയ്യും തങ്ങളെ രക്ഷപ്പെടുത്താൻ ക്വിന്നും വാൻഗാർഡും എത്തും എന്നുറച്ചു വിശ്വസിച്ചിരുന്നു. ഈ സമയം മറ്റൊന്നുകൂടി സംഭവിച്ചു. ബ്രോട്ടോ ലെയ്യോട് ഒരു വിലപേശൽ നടത്തി. ലെയ് അവരുടെ കൂടെ കൂടിയാൽ ഇരട്ടി ശമ്പളത്തിന് ലെയ്യെ തങ്ങളുടെ മെമ്പറാക്കാം എന്നായിരുന്നു ബ്രോട്ടോ പറഞ്ഞത്. പക്ഷേ വാൻഗാർഡിനോട് ലോയലായിരുന്ന ലെയ് അതിന് തയ്യാറായിരുന്നില്ല. മാത്രമല്ല ബ്രോട്ടോയെയും കൂട്ടുകാരെയും ലെയ് അത്യാവശ്യം ഇറിറ്റേറ്റ് ചെയ്യുകയും ചെയ്തു. അതോടെ ലെയ്യെ വകവരുത്താൻ ബ്രോട്ടോ തീരുമാനിച്ചു. ലെയ്ക്കുമേൽ സ്ഫോടക വസ്തു ഘടിപ്പിച്ച ഒരു ജാക്കറ്റ് ധരിപ്പിച്ചു. പിന്നാലെ ലെയ്യെ കൊണ്ടുപോയി 2 മൈനുകൾ സ്ഥാപിച്ചതിന്റെ മുകളിൽ നിർത്തി. ആര് രക്ഷിക്കാൻ വന്നാലും ലെയ്യുടെ ജീവൻ ഒരിക്കലും രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന തരത്തിലേക്കായിരുന്നു ബ്രോട്ടോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത്. ഇതേസമയം മറുവശത്ത് വാൻഗാർഡ് മെമ്പേഴ്സ് പല വഴിയിലൂടെ ഒമറിന്റെ ഇടത്തേക്ക് കടന്നു കയറിയിരുന്നു. ലെയ്യെയും ഫരീദയെയും രക്ഷപ്പെടുത്താനുള്ള റെസ്ക്യൂ മിഷൻ ആരംഭിച്ചു. തന്റെ മകളെ രക്ഷപ്പെടുത്താൻ മറ്റു വഴിയില്ലെന്നറിഞ്ഞതും വാൻഗാർഡിന്റെ മധ്യവർത്തിത്വത്തിൽ ഒമറിനോട് കാര്യങ്ങൾ തുറന്നു പറയാം എന്നു ക്വിൻ സമ്മതിച്ചിരുന്നു. അതിനുവേണ്ടി ഒഫീഷ്യൽ രീതിയിൽ വാൻഗാർഡ് തലവൻ ടാങ്ങും ക്വിന്നുമടക്കം ഒമറിന്റെ ഇടത്തേക്കും വന്നു. പക്ഷേ കാര്യങ്ങൾ വിചാരിച്ച പോലൊന്നുമായിരുന്നില്ല മുമ്പോട്ടു പോയത്. അവിടെ വെച്ച് തന്നെ ലെയ്യെയും ഫരീദയെയും കൊല്ലുവാൻ അതിനോടകം ഒമർ തീരുമാനിച്ചിരുന്നു. കാര്യങ്ങൾ മനസ്സിലായതും ടാങ്ങൊട്ടും മടിച്ചില്ല. തന്റെ ആർമിക്ക് അവിടെ ആക്രമണം നടത്താനും ഫരീദയെയും ലെയ്യെയും രക്ഷപ്പെടുത്താനും നിർദ്ദേശം കൊടുത്തു. പിന്നെ പറയണ്ടല്ലോ, അവിടെ നടന്നത് കനത്ത ഏറ്റുമുട്ടലായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ യുദ്ധസമാനമായ അന്തരീക്ഷം. ലെയ്യുടെ ജീവൻ അത്രമേൽ അപകടത്തിലായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ജോങ് തന്റെ ജീവൻ പണയം വെച്ച് ലെയ്യെ രക്ഷപ്പെടുത്തി. വീണ്ടും ശക്തമായ ഏറ്റുമുട്ടൽ അരങ്ങേറി. ഷൂട്ടൌട്ടിനിടയിൽ ജോങ്ങിന്റെ നെഞ്ചിൽ വെടിയേൽക്കുകയാണ്. ജോങ് താഴെ വീണു. ലെയ് ജോങ്ങിനെ രക്ഷപ്പെടുത്താൻ അങ്ങോട്ടേക്ക് ചെന്നു. ഇതേസമയം നടക്കുന്ന കാര്യങ്ങൾ കണ്ട് എല്ലാം കൊണ്ടും പ്രശ്നമാണ് എന്ന് ക്വിൻ തിരിച്ചറിഞ്ഞിരുന്നു. തന്റെ മകളും മറ്റുള്ളവരുമെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതി ക്വിൻ കീഴടങ്ങാൻ തീരുമാനിച്ചു. കൈ ഉയർത്തി സറണ്ടർ ചെയ്ത അയാൾ മുമ്പോട്ടേക്ക് ചെന്നു. ക്വിൻ മുമ്പിൽ കീഴടങ്ങിയതോടെ ബാക്കിയുള്ളവർക്കൊക്കെ വണ്ടിയിൽ രക്ഷപ്പെട്ട് പോവാൻ സാധിച്ചു. എന്നിരുന്നാലും ഒമറിന്റെ ആളുകൾ അവരെ ചേസ് ചെയ്തു വന്നിരുന്നു. ഇതേസമയം കാറിനകത്ത് വെടിയേറ്റ് അബോധാവസ്ഥയിലേക്ക് പോയിരുന്ന ജോങ്ങിനെ രക്ഷപ്പെടുത്താൻ ലെയ് പരമാവധി ശ്രമിക്കുകയാണ്. ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്തെങ്കിലും ജോങ് കണ്ണു തുറക്കുന്നുണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ നീണ്ട ചേസിനൊടുവിൽ ഒമറിന്റെ പെർസ്യൂട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വാൻഗാർഡിലെ മെമ്പേഴ്സിനായി. നല്ല രീതിയിലുള്ള ഫസ്റ്റ് എയ്ഡ് കൊണ്ട് ജോങ് ജീവിതത്തിലേക്ക് തിരികെ വരികയും ചെയ്തു. വൈകാതെ മറുവശത്ത് പിടികൂടപ്പെട്ട ക്വിന്നിനെ ബന്ദിയാക്കി ഒമർ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിരുന്നു. ഭയന്ന് ക്വിൻ സത്യങ്ങൾ പറഞ്ഞു. ഒമറിന്റെ അച്ഛന്റെ, അതായത് കൊല്ലപ്പെട്ട മാസിമിന്റെ സ്വത്തുക്കൾ സൂക്ഷിക്കപ്പെട്ടിരുന്നത് ദുബായിലായിരുന്നു. ഇതേസമയം എല്ലാം മനസ്സിലാക്കിയിരുന്ന ടാങ് നേരെ പോയത് ദുബായിലേക്കായിരുന്നു. അവിടുത്തെ പോലീസിനോട് കാര്യങ്ങൾ സംസാരിച്ച് ഒമറിനെയും സംഘത്തെയും അറസ്റ്റ് ചെയ്യാൻ സഹായം ടാങ് അഭ്യർത്ഥിച്ചു. വിവരങ്ങൾ കണ്ടെത്താൻ ടാങ് തന്നെ വാൻഗാർഡ് മെമ്പേഴ്സിനെ അറേഞ്ച് ചെയ്തു. ദുബായിലെത്തിയ ഒമർ സ്വത്തുക്കൾ വീണ്ടെടുക്കുമെന്നും വലിയൊരു ആയുധ കച്ചവടക്കാരനുമായി അവിടെ വെച്ച് തന്നെ എന്തോ കരാർ ചെയ്യും എന്നുള്ള വിവരമൊക്കെ വാൻഗാർഡിന് കിട്ടിയിരുന്നു. മിയയുടെ ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്ത് മിയെ വെച്ചിട്ടായിരുന്നു അവർ വിവരങ്ങൾ ചോർത്തിയത്. അധികം വൈകാതെ ഒമറും ക്വിന്നും ബ്രോട്ടോയും അടങ്ങുന്ന സംഘം ദുബായിലേക്ക് വന്നിറങ്ങുകയാണ്. ജോസഫ് എന്ന പേരുള്ള ഒരു ആയുധ കച്ചവടക്കാരനും അങ്ങോട്ടേക്ക് എത്തിച്ചേരുമായിരുന്നു. വൈകാതെ തന്റെ അച്ഛന്റെ ധനശേഖരം ഒമർ കണ്ടെത്തി. ഒരു സെക്കൻഡ് ഹാൻഡ് വർക്ക്ഷോപ്പിൽ സ്വർണ്ണ കാറുകളായിട്ടായിരുന്നു ആ സ്വത്തുക്കൾ മുഴുവൻ സംഭരിക്കപ്പെട്ടിരുന്നത്. ഓരോ കാറും മുഴുവനായും സ്വർണമാണ്. $100 മില്യൺ ഓരോ കാറിനും വില വരും. ആദ്യഘട്ടത്തിൽ ആയുധങ്ങൾ കൈമാറാൻ $200 മില്യൺ ജോസഫ് ആവശ്യപ്പെട്ടു. 2 കാറുകൾ തന്നെ ഒമർ അയാൾക്കായി നൽകി. ആ സമയത്താണ് ഒമർ മറ്റൊരു വിവരവും അറിയുന്നത്. അതേസമയം ദുബായിൽ US മിലിറ്ററി അഡ്മിറൽ ഗ്രെഗ് ഡോസും എത്തിയിട്ടുണ്ടെന്ന്. ഗ്രെഗ് ഡോസ് ആയിരുന്നു ഒമറിന്റെ അച്ഛൻ മാസിമിനെ കൊന്ന ആ ഓപ്പറേഷന് നേതൃത്വം നൽകിയിരുന്നത്. ഗ്രെഗിനെതിരെ പ്രതികാരം തീർക്കാൻ ഒമർ തീരുമാനിച്ചു. ആ വിവരം മറുവശത്ത് വാൻഗാർഡിനും ദുബായ് പോലീസിനും അറിയാൻ സാധിച്ചു. ദുബായ് പോലീസ് കുറച്ച് പാനിക്കായിരുന്നു. എന്നാലും അവർ ഭയന്ന് പിന്മാറിയില്ല. ഉടനടി അമേരിക്കൻ മിലിറ്ററിയെ അവർ വിവരമറിയിച്ചു. അതിനോടകം ജോസഫ് അവിടെ തീരത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു ഷിപ്പിൽ നിന്നുള്ള മിസൈൽ അറ്റാക്ക് ഡ്രോണിന്റെ കൺട്രോൾ
കൺട്രോൾ സിസ്റ്റം ഒമറിന് കൈമാറിയിരുന്നു. അതുപയോഗിച്ച് ഡോസിനെ ആക്രമിക്കാനായിരുന്നു ഒമറിന്റെ തീരുമാനം. ഒമർ പിന്നാലെ ഡിവൈസ് ആക്ടിവേറ്റ് ചെയ്തു. പക്ഷെ അതിനോടകം പോലീസ് തീവ്രവാദികളെ ചുറ്റിവളഞ്ഞ് അവരെ പിടികൂടാൻ ശ്രമം ആരംഭിച്ചിരുന്നു. ഒരു ചേസും മറ്റും അരങ്ങേറാൻ ആരംഭിച്ചു. ഇതേസമയം മറുവശത്ത് ആയുധങ്ങൾ തങ്ങളുടെ ലക്ഷ്യസ്ഥാനം നോക്കി പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും മിസൈലുകൾ. വിവരം കിട്ടിയിരുന്ന അമേരിക്കൻ മിലിറ്ററി ചുമ്മാതിരിക്കുമോ? ആ മെഷീൻസ് അടക്കം ഇല്ലായ്മ ചെയ്യാൻ തിരികെ ഫയർ ചെയ്തു. പിന്നീട് നടന്ന ആക്രമണത്തിൽ അമേരിക്കൻ മിലിറ്ററിയുടെ സഹായത്തോടെ ആ വെപ്പൺസ് മുഴുവൻ നശിപ്പിക്കപ്പെട്ടു. ഇതേസമയം മറുവശത്ത് വാൻഗാർഡ് ട്രൂപ്പും ഒമർ ഗ്രൂപ്പും തമ്മിൽ ചേസ് ഇറങ്ങിയേറുകയായിരുന്നു. പിന്നീട് നടന്ന ഏറ്റുമുട്ടലിലും ഫൈറ്റിലും ഒക്കെയായി ഒമറിനെ വാൻഗാർഡ് മെമ്പേഴ്സ് വകവരുത്തി. ബ്രോട്ടോ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. കാര്യങ്ങളൊക്കെ കലങ്ങിത്തെളിഞ്ഞു. എല്ലാവരും സേഫായി മാറി. അവരെല്ലാവരും ചേർന്ന് ചൈനീസ് ന്യൂ ഇയർ ദുബായിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.